അൻസിബ ഹസൻ എന്ന പേര് നമ്മൾ കുറേ ദിവസങ്ങളായി കേൾക്കുകയാണ്. എന്തായാലും അൻസിബയെക്കുറിച്ച് വലിയ ബഹുമാനം തോന്നുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അൻസിബ അങ്ങനെ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വലിയ കയ്യടി നേടിയിരിക്കുകയാണ്. എന്തായാലും സത്യം ഒരു നാൾ ജയിക്കും എന്നുള്ളതിന് തെളിവാണ് അൻസിബ. അൻസിബയെ പോലെ ഒരാൾ സിനിമാ നടി എന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് വലിയ ബഹുമാനം കൊടുക്കാൻ തോന്നുന്ന ഒരാളാണ്. പണ്ടൊക്കെ നമുക്ക് സിനിമാക്കാരോട് വലിയ ബഹുമാനവും സ്നേഹവും എന്തോ ഒരു എന്താ പറയുന്നത് ഒരു ആരാധനയുമായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി നമ്മൾക്കും കുറച്ച് ബോധമൊക്കെ വെച്ച് തുടങ്ങി. അപ്പോൾ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ അഭിനയം കൊള്ളാം, അതിനപ്പുറത്തേക്ക് അവരെ വലിയ ബഹുമാനമൊന്നും കൊടുത്ത് അവരെ ആദരിക്കാൻ മാത്രം അവർ ഈ സമൂഹത്തിനൊന്നും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധവും എല്ലാ ജനങ്ങൾക്കും ഒക്കെ ഏകദേശം വന്നിരിക്കുന്നു. എന്തായാലും ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തയായ ഒരു കുട്ടിയാണ് അൻസിബ. അൻസിബ അനീതിക്കെതിരെ പൊരുതുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ അമ്മയിൽ നിന്നും പതുക്കെ അൻസിബയെ ഒഴിവാക്കാനായിട്ട് ചില ആളുകൾ ശ്രമിച്ചു. അതാണ് അൻസിബ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞത്. എന്തായാലും അതുവരെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാത്ത ആളുകൾക്ക് പോലും അൻസിബ പറഞ്ഞതെല്ലാം ഇക്ഷ ബോധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മീറ്റിങ്ങിന് ശേഷം വലിയ കയ്യടിയായിരുന്നു എന്ന് പറയുന്നത്. ഇന്ന് അൻസിബ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അൻസിബ പറയാത്ത കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് അൻസിബയോട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. കാരണം എത്ര പക്വതയോടും എത്ര ഇരുത്തം വന്ന രീതിയിലുമാണ് ആ കുട്ടി ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം ആ കുട്ടിയോട് വളരെ മോശമായി പെരുമാറിയ ആളുകളെക്കുറിച്ച് ചോദിക്കുമ്പം പോലും അവർക്ക് വളരെ ബഹുമാനം കൊടുത്താണ് ആ കുട്ടി സംസാരിക്കുന്നത്. എന്തായാലും എല്ലാവരും അൻസിബയെ കണ്ട് പഠിക്കണം എന്ന് എനിക്ക് തോന്നി. അൻസിബയ്ക്ക് നല്ല ലീഡർ ആകാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ വളരെ സത്യസന്ധയായിട്ടുള്ള ഒരാളാണ്. ആളുകളോട് കരുണയുണ്ട്. ആ കുട്ടി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഏതോ ഒരു നടി, ഒരു പ്രായമുള്ളൊരു അമ്മയാണ്. ആ അമ്മയ്ക്ക് എന്തോ ഒരു വയ്യാഴിക വന്നപ്പം അൻസിബേനെ വിളിക്കുകയാണ്. ഇവരൊക്കെ ഈ മെഡിസിനൊക്കെ ഫ്രീ ആയിട്ടൊക്കെ അമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു അതിലുള്ള ആളുകൾക്ക്. അപ്പോൾ വിളിച്ചിട്ട് എനിക്ക് മുട്ടുവേദനയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം അൻസിബ പറഞ്ഞു, ഞാനൊരു ഡോക്ടറല്ലല്ലോ, പക്ഷേ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ആ കുട്ടി ട്രാവൽ ചെയ്യുമോ, ആ കുട്ടി മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴാണ്. പക്ഷെ എന്നാൽ പോലും ആ കുട്ടി ആ ആളുടെ കോൾ എടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അൻസിബയ്ക്ക് ഒരുപാട് കയ്യടി നേടാൻ സാധിച്ചത്. കാരണം ഇന്ന് അൻസിബ ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ല, ഇതിനു മുമ്പ് തന്നെ അൻസിബ ആളുകളോട് കരുണയോടെ പെരുമാറാനും ആളുകളെ ചേർത്ത് നിർത്താനും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്